അമ്മ അറിഞ്ഞായിരുന്നോ കേശു ചേട്ടൻ പുതിയ കാറ് വാങ്ങിച്ചു? ഞാൻ കണ്ടു. നല്ല കാറല്ലേ, നല്ല രസമുണ്ട്. അപ്പഴേ അമ്മ നമുക്കും ഒരു പുതിയ കാറ് വാങ്ങിച്ചാലാ? നമ്മുടെ കാറിന് എന്താ കുഴപ്പം? നല്ല കാറല്ലേ. നല്ല കൊഴപ്പില്ല, പക്ഷെ പഴയതായില്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എന്താ എല്ലാവരുടെയും ജീവിതങ്ങൾ, ഇപ്പൊ നമ്മുടെ ജീവിതം വേറൊരാളുടെ സ്വപ്നമാണ്. അതെ. ഇപ്പൊ മോൻ അവരുടെ കാറ് കണ്ടിട്ടൊരു സ്വപ്നം കണ്ടില്ലേ, അത് അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തണ്ടേ? പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ അവരെ കണ്ടോ ഇവരെ കണ്ടോ മറ്റുള്ളവരെ കണ്ടോ എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യാറുണ്ടോ? ഉമ്മ ചെയ്യാറില്ല. എന്നാലും നമ്മൾ പറയും നന്നായിട്ട് പഠിക്കണം, ഇതിനേക്കാൾ അതെന്തിനാണ്? വിദ്യാഭ്യാസം നേടുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ ഒരു സ്ഥാനമുണ്ട്, അത് വേറെ. പിന്നെ വിദ്യാഭ്യാസം നേടുന്നത് എന്തിനു വേണ്ടിയാ? നല്ല ജോലി കിട്ടാനൊക്കെ ആണല്ലോ. അപ്പൊ നന്നായിട്ട് ഫ്ലറിഷ് ആയിട്ട് ജീവിക്കാനും പറ്റും. അത് വേറെ, ഇത് വേറെ. അതെന്താന്ന് വെച്ചാ എവ്രിബഡീസ് ലൈഫ് ഈസ് സംബഡീസ് ഡ്രീം എന്ന് പറയും. വൺ മാൻസ് ട്രാഷ് ഈസ് അനദർ മാൻസ് ട്രഷർ. എക്സാക്ട്ലി. കാരണം നമ്മൾക്ക് ഉള്ളത് മറ്റൊരാളുടെ ആഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ സ്വപ്നമായിരിക്കും. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഉയർന്നവരോ അല്ലെങ്കിൽ നമ്മളെക്കാൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെക്കാൾ വേറൊരു പല രീതിയിലും ഫേമസ് ആയവരൊക്കെ ആയിരിക്കും നമ്മുടെ ഡ്രീം. മമ്മൂക്കായെ പോലെ ആകാൻ പറ്റിയെങ്കിൽ, ലാലേട്ടനെ പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് നമ്മുടെ ഡ്രീം. പക്ഷേ എല്ലാവരും നമ്മൾ കണ്ടന്റഡ് ആയിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. അപ്പം നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾ മെയിനായിട്ടും ദൈവത്തിനോട്, പടച്ചവനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അതിനാണ് നമ്മൾ നല്ല വിശ്വാസിയാവേണ്ടത്, നമുക്ക് നല്ല പ്രാർത്ഥന ഉണ്ടാവേണ്ടത്. നമ്മൾ നമ്മുടെ ലൈഫിലും നമ്മുടെ അച്ചീവ്മെന്റ്സിലും നമുക്കുള്ളതിലും നമ്മൾ കുറെ സാറ്റിസ്ഫൈഡും അൽഹംദുലില്ലാ മതി എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആവുള്ളൂ. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്താൽ എൻഡ് ഓഫ് ദ ഡേ ഹി ഷുഡ് ബി ഹാപ്പി. സമാധാനമായിട്ട് ഉറങ്ങാനും സന്തോഷമായിട്ട് ജീവിക്കാനാണ് എല്ലാരും കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അവരെ കണ്ടോ ഇവർക്ക് ഇതുണ്ട് ഇതുപോലെ പറ്റിയില്ല അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും സമാധാനവും സന്തോഷം കിട്ടില്ല. അപ്പം സന്തോഷമായിരിക്കാൻ പഠിക്കുക. സന്തോഷമായിരിക്കണമെങ്കിൽ നമ്മളിൽ തന്നെ ഹാപ്പിയർ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഡ്രീംസിനെ നമ്മൾ ചേസ് ചെയ്യണം. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം, അതിനെ ചേസ് ചെയ്യണം. അത് മറ്റൊരാളുടെ കണ്ടിട്ടാവരുത്. ഓക്കെ, എപ്പോഴും ഓർത്തോണം നമ്മൾ ജീവിക്കുന്ന ജീവിതം മറ്റു പലരുടെയും സ്വപ്നമാണെന്ന്. ഓക്കെ.